ഹലോ. സോ നമ്മളെന്താ പറയുക, പഠിച്ച് നീറ്റ് എക്സാമിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് അല്ലേ. സോ ഇനി നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് അത് നീറ്റ് എക്സാമിന് പോകുന്ന ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് എക്സാമിൻ്റെ തൊട്ട് തലേ ദിവസം. നമ്മൾ ഇത്തവണ പറയുകയാണെങ്കിൽ ജൂലൈ 16 തീയതി എന്ന് പറയുന്ന ദിവസം. ഈ ജൂലൈ 16 തീയതി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ജൂലൈ 16 തീയതി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ജൂലൈ 17 പെർഫോമൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. സോ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ 2-3 ദിവസം മുന്നെയാണ് നിങ്ങൾക്ക് റിലീസ് ചെയ്ത് തരുന്നുണ്ടാവുക. സോ ഈ 2-3 ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ 16 തീയതി എന്ന് പറയുന്ന ആ ഒരു ദിവസം വളരെ എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. സോ 16 തീയതി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ ഒരു കാര്യങ്ങളൊന്ന് ഫിക്സ് ചെയ്യാം. കാരണം 16 തീയതി ആദ്യമായിട്ട് അല്ലെങ്കിൽ അവസാനമായിട്ട് ചെയ്യേണ്ട കാര്യം പറയാം. 16 തീയതി നമ്മൾ കുറച്ച് നേരത്തെ കിടന്നുറങ്ങണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. യൂഷ്വലി ഇപ്പോൾ നമ്മൾ എൻട്രൻസ് പ്രിപ്പറേഷൻ്റെ സമയത്തൊക്കെ നമ്മളൊരു 5.5 മണിക്കൂർ ഒക്കെ ഉറങ്ങിയിട്ടാണ് നമ്മുടെ ബോഡി സെറ്റ് ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ 6 മണിക്കൂർ ഉറങ്ങിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക ബോഡി. സോ ആ ഒരു ദിവസം, അതായത് 16 തീയതി എന്ന് പറയുന്ന ആ ഒരു രാത്രിയിൽ നമ്മൾ 6 മണിക്കൂറല്ല, നമ്മൾ ഒരു പറ്റിയ ഒരു 7 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 7-7.5 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന രൂപത്തിന് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ രാത്രി ഒരു 11 മണി കഴിഞ്ഞാൽ, ഒരു 10:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളന്ന് പുതുതായിട്ട് പഠിക്കാനോ വേറെ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പോയിട്ട് കുളിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ കുളിച്ച്, അതായത് രാത്രി കുളിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ കുളിച്ച്, അല്ലെങ്കിൽ മുഖമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി സമാധാനമായിട്ട് നമ്മൾ പോയി ബെഡിൽ പോയി കിടക്കണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഇരുന്ന് പ്രിപ്പയർ ചെയ്യരുതാരും. സോ അതുവരേക്കുമാണ് നമുക്ക് പഠിക്കാനുള്ള സമയമുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. പിറ്റേ ദിവസം രാവിലെ നമ്മൾ സാധാരണ എണീക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ 1 മണിക്കൂർ ലേറ്റ് ആയിട്ട് മാത്രമേ എണീക്കാൻ പാടുള്ളൂ. അത്ര എപ്പോൾ എണീറ്റാൽ മതി, അല്ലാതെ ഉറക്കത്തിലൊന്നും കോംപ്രമൈസ് ചെയ്യരുത് എന്നുള്ള കാര്യമാണ്. സോ ആ ഒരു സമയം നമ്മൾ ഇപ്പോഴേ കണക്ക് കൂട്ടണം. നമ്മുടെ പഠനം അല്ലെങ്കിൽ ലാസ്റ്റിലത്തെ റൗണ്ടിലത്തെ ആ ഒരു മെയിൻ റിവിഷൻ സാധനങ്ങൾ 16 തീയതി രാത്രി ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് തീർക്കുന്ന ഒരു രൂപത്തിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം, ഫസ്റ്റത്തെ കാര്യം. സോ ഉറക്കം ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ഉറങ്ങാൻ വേണ്ടി നോക്കുക. ആൻഡ് അതുപോലെ തന്നെ 16 തീയതി നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യങ്ങൾ, നമ്മൾ വീട്ടുകാരെ ഏൽപ്പിച്ച് വെക്കേണ്ട, നിർബന്ധമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് പിറ്റേ ദിവസം പോകാനുള്ള കാര്യങ്ങൾ, നമ്മുടെ ട്രാവൽ അറേഞ്ച്മെന്റ്സ്, എത്ര മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടണം, എങ്ങനെയാണ് പോവുക, ചിലപ്പോൾ വണ്ടി എടുത്തിട്ടായിരിക്കും പോവുക, ചിലപ്പോൾ ബസ്സിനായിരിക്കും പോവുക, ചിലപ്പോൾ ആരുടെങ്കിലും കൂടെ ആയിരിക്കും പോവുക. അതിനുള്ള അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടോ, നമ്മൾ പോകാൻ നേരത്ത് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട കാര്യങ്ങൾ, മിക്കവാറും ഏറ്റവും നല്ലത് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം പോകുന്ന വഴിക്ക് ഒരു ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോൾ ദാറ്റ് മേ ഡിപ്പെൻഡ് അല്ലേ, കഴിക്കാൻ കിട്ടുന്ന ഭക്ഷണം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ ഭക്ഷണം കിട്ടുമോ എന്നറിയില്ല, ഭക്ഷണം തേടി കുറേ ദൂരം പോകേണ്ടി വരും, വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. സോ ഭക്ഷണം, എന്ത് ഭക്ഷണമാണ് കൊണ്ടുപോവുക, അത് എടുക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഹാൾ ടിക്കറ്റ്, ID കാർഡ്, ഫോട്ടോ പ്രൂഫ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ചെയ്യുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഏൽപ്പിക്കുക. ആരെങ്കിലും, നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഒന്നും തന്നെയല്ല, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരാളെ ഏൽപ്പിച്ച് വെക്കുക. ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴേ ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് ഇത് 16 തീയതി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കണം എന്നുള്ള കാര്യമുണ്ട്. പിന്നെ നമ്മൾ ഡ്രസ് കോഡ്, നീറ്റ് എത്തുമ്പോഴത്തേക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രസ് കോഡ് അവർ പറയും. പക്ഷേ അത് ഏറ്റവും സിമ്പിൾ ഡ്രസ് ഇടുക എന്നുള്ളത് തന്നെ ആയിരിക്കും. കാരണം കോപ്പി അടിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ മാൽ പ്രാക്ടീസ് നടക്കാനുള്ള സാധ്യതകൾ തീരെ ഇല്ലാത്ത രൂപത്തിലുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സാധാരണ സിമ്പിൾ ടീഷർട്ട് ഇടുക, പ്ലെയിൻ ആയിട്ടുള്ള ഉടുപ്പ് ഇടുക, പ്ലെയിൻ ആയിട്ടുള്ള പാൻറ് ഇടുക, ഒരുപാട് മെറ്റൽ പാർട്സ് ഒന്നും ഇല്ലാത്ത ഇടുക. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക. ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരാളെ ഏൽപ്പിച്ച് വെക്കുക. പിന്നെ ലാസ്റ്റിലത്തെ ദിവസത്തിൽ നമ്മുടെ അക്കാഡമിക്സ് സ്റ്റഡീസിൽ നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും, നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച ആളുകളാണ്. 96 ചാപ്റ്റേഴ്സും ഈ ലാസ്റ്റിലത്തെ ദിവസം 16 തീയതി രാവിലെ മുതൽ, അല്ലെങ്കിൽ മേ ബി 15 തീയതി രാത്രി മുതൽ നമ്മൾ ഈ 96 ചാപ്റ്റേഴ്സും 16 തീയതി ഒന്ന് റിവൈസ് ചെയ്യണം. വളരെ ഫാസ്റ്റായിട്ട് എന്താ പറയുക, പുസ്തകമൊക്കെ മറിച്ച് നോക്കി പോകണം. ഇതെനിക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ മറിച്ച് വെക്കുകയല്ല ചെയ്യുന്നത്. ഇതെനിക്ക് അറിയാം, ഇന്ന ടോപ്പിക്കുകളാണ് എന്ന് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മറിച്ച് പോവുക. സോ എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് കണ്ടിരിക്കണം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ 16 തീയതി ഒരു ഫുൾ ടൈം റിവിഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ സാധനങ്ങളും, ഫിസിക്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ നോട്ടിലുള്ള പ്രോബ്ലംസ്, ഫിസിക്കൽ കെമിസ്ട്രിയിൽ നമ്മുടെ നോട്ടിലുള്ള പ്രോബ്ലംസ്, NCERTയിൽ അവിടെ ഇവിടെ സോൾവ് ചെയ്തിട്ടിരിക്കുന്ന പ്രോബ്ലംസ്, അത് മാത്രം. പുതിയ പ്രോബ്ലംസ് ചെയ്യാനോ പുതുതായിട്ട് ഒന്നും പഠിക്കാനോ അന്നത്തെ ദിവസം പാടില്ല. നമ്മൾ പണ്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. നമ്മൾ പണ്ടുണ്ടാക്കിയ ഷോർട്ട് നോട്ട്സ്, ചില ഇക്വേഷൻ ബുക്കുകൾ, ചില കമ്പാരിസൺ ടേബിൾസ്, മെമ്മറി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന കുറേ സാധനങ്ങൾ, അങ്ങനെ സാധനങ്ങൾ മാത്രം റിവൈസ് ചെയ്തിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് കൂളായിട്ട് പോയി രാത്രി ഒരു 10 മണിയാകുമ്പോൾ
കിടന്നുറങ്ങി. രാവിലെ എണീക്കുന്ന സമയത്തിനേക്കാളും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടി വൈകി മാത്രം എണീറ്റ് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിക്ചർ സാധനങ്ങളാണ് 17-ാം തീയതി. അത് എക്സാം ദിവസം രാവിലെ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തു തരുന്നുണ്ട്. സോ അന്ന് എക്സാം ദിവസത്തിൽ നമ്മൾ കുറച്ച് പിക്ചേഴ്സ്, കുറച്ച് ഗ്രാഫുകൾ, പിന്നെ അങ്ങനെ ഓർത്തിരിക്കാൻ പെട്ടെന്ന് മറന്നു പോകുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമാണ് 17-ാം തീയതി നമ്മൾ കാണുക. പക്ഷേ 16-ാം തീയതി നമ്മൾ അല്ലെങ്കിൽ 15-ാം തീയതി രാത്രിയും 16-ാം തീയതി ചേർത്തിട്ട് ഒരു ഫുൾ റൗണ്ട് റിവിഷൻ തരുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുണ്ടാവുക. സോ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ പഠിക്കുമ്പം, അതായത് ലാസ്റ്റിലത്തെ ഒരു 4-5 ദിവസങ്ങളിലൊക്കെ പഠിക്കുന്ന സമയത്ത് 16-ാം തീയതി ഇത്ര കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കണക്കൂട്ടിൽ വേണം. സോ നമ്മുടെ ഇനി ലാസ്റ്റിലത്തെ റൗണ്ട് ഓഫ് റിവിഷൻസ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ 15-ാം തീയതി, അതായത് നീറ്റിന് 2 ദിവസം മുന്നേ തീരുന്ന രൂപത്തിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. ആൻഡ് ലാസ്റ്റ് ഡേയിൽ നല്ല ഫ്രീ ആയിട്ട് ഫ്രീ മൈൻഡ് ആയിട്ടിരുന്ന് മാക്സിമം കോൺഫിഡൻസിലുള്ള റിവിഷൻ. അതൊരു കാര്യമാണ് അല്ലേ. സോ അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ മാക്സിമം കോൺഫിഡൻസ് എവിടെ നിന്ന് വരും? എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല എന്നുള്ള കാര്യം. കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ നമ്മൾ കോൺഫിഡൻസ് ഉണ്ടാക്കണം. ഞാൻ മാക്സിമം കോൺഫിഡൻ്റ് ആണ്, എനിക്ക് പറ്റും, എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള രൂപത്തിൽ തന്നെ ഇരുന്നിട്ട് ഇത് ഭയങ്കര കൂളായിട്ട് എനിക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആണ് എന്നുള്ള ആ ഒരു ഭയങ്കര ഫ്രീ മൈൻഡ് നമ്മൾ ബിൽഡ് ചെയ്തിട്ട് ആ മൈൻഡിൽ ഇരുന്നിട്ട് വളരെ ഫ്രീ ആയിട്ടുള്ള റിവിഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ദിവസം ചെയ്യേണ്ടത്. ആൻഡ് ഈ 16-ാം തീയതി നമ്മൾ എത്രത്തോളം ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് എത്രത്തോളം ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, എത്ര നേരത്തെ കിടന്നിറങ്ങുന്നു, എത്ര റെസ്റ്റ് ബോഡിക്ക് കൊടുക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ 17-ാം തീയതിയിലത്തെ നെക്സ്റ്റ് ഡേയിലെ റിസൾട്ടിലേക്ക് ബാധിക്കുന്നുണ്ടാവും. സോ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. സോ ഇതാണ് നിങ്ങളുടെ നീറ്റിൻ്റെ തലേ ദിവസം ഉണ്ടാവേണ്ടത്. വളരെ റിലാക്സ്ഡ് ആയിട്ട് 96 ചാപ്റ്ററും നല്ല കോൺഫിഡൻസിൽ എല്ലാം റിവൈസ് ചെയ്ത് അറിയുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും കാണുന്ന ഒരു അടിപൊളി ദിവസം. പിറ്റേ ദിവസത്തേക്ക് മാക്സിമം എനർജി സംഭരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ നല്ല റെസ്റ്റ് കൊടുത്ത ഒരു ദിവസമായിരിക്കണം ഉണ്ടാവേണ്ടത്. നല്ല വെള്ളമൊക്കെ കുടിച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന ഒരു ദിവസമായിരിക്കും. സോ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. നമ്മൾ ശുഭാപ്തി വിശ്വാസമുള്ള ആൾക്കാരായിരിക്കണം. സോ ആ രൂപത്തിൽ ഇരിക്കട്ടെ നമ്മുടെ ലാസ്റ്റ് ഡേ എന്നുള്ള കാര്യമാണ്. ആൻഡ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരെയും കൊണ്ട് പറ്റുന്ന കാര്യമാണ്. ആൻഡ് ഈ ഒരു രൂപത്തിൽ നമ്മുടെ ലാസ്റ്റ് ഡേ സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓർക്കുക. അതിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് നമ്മൾ ഇപ്പോൾ ചെയ്തു പോകേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ റിവിഷൻസ് ഒക്കെ ഒരു 15-ാം തീയതി വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ തീരാൻ പാകത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്യുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഈ വീഡിയോനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ സാധനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. ബൈ ബൈ.